പറ്റത്തില്ല. കാരണം ഒറിജിനൽ തന്നെ ഞാൻ അലക്കി വെച്ച് ഞാൻ മടുത്തിരിക്കുക, എനിക്ക് ഇനി ഡബിങ് വെർഷൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. കാരണം കാർഡില്ലാതെ നമുക്ക് ഡബ് ചെയ്യാൻ പാടില്ല. അവിടെ യൂണിയനും വളരെ സ്ട്രോങ് ആണ്. ഒരു ഭയമുണ്ട് എല്ലാവർക്കും. പിന്നെ നമ്മളെ ആ താഴത്തെ കൊച്ചുപറമ്പില്ലാത്ത അങ്കജനെ സാറിന്റെ ശബ്ദത്തിൽ അല്ലാത്തത് കൊണ്ട് അതിനൊരു വലിയ പ്രാതിനിധ്യം ഞങ്ങൾ ഇപ്പം ബിഗിലേ എന്നൊക്കെ പറയുന്ന അതൊക്കെ മലയാളത്തിലും വലിയ ഹിറ്റ്. ആ ക്യാരക്ടർ സൂര്യ സാറിന് ചെയ്തത് നമ്മുടെ വലിയ ആർട്ടിസ്റ്റായ നരൻ. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ അപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഇത് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. ഈ നമ്മുടെ പറയില്ലേ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള കലാകാരികളും കലാകാരൻ എന്ന് പറയില്ലേ, അതുപോലെ പാടാനുള്ള കഴിവ് പോലെ എല്ലാവർക്കും കിട്ടില്ല. അത് ദൈവം കൈ വെച്ച് അനുഗ്രഹിച്ച് അതുപോലെ ഉള്ള ഒരു കഴിവ് തന്നെയാണ് ഈ ശബ്ദം ഒരു മാറ്റി പറയുക എന്നുള്ളത്. ഇതുപോലെ ഈ വളരെ പ്രയാസമേറിയ ഒരു സംഗതിയാണ് നമ്മള് സങ്കടം നമുക്കില്ലാതെ നമ്മൾ കരയുന്നതും ഇമോഷൻ ആവുന്നതും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ചില സിനിമകളുണ്ടല്ലോ, ഒരുപാട് സിനിമയില് അങ്ങനെ. കാരണം എനിക്ക് കരഞ്ഞ് ഡബ് ചെയ്യാന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. അതായത് എൻ്റെ ഒറിജിനൽ കരച്ചിൽ വരണമല്ലോ. മറ്റുള്ള നമ്മളിപ്പോ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഗ്ലിസറിൻ ഒഴിക്കുക, എനിക്കതൊന്നും അറിയത്തില്ല. അപ്പം ഇതെങ്ങനെയാണ് ഈ കരച്ചിൽ ഒറിജിനലായിട്ട് കരയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പ് ടി ആർ റോമൻ ചേച്ചിയുടെ കൂടെ ഒക്കെ അല്ലേ ഞങ്ങളന്ന് ലൂപ്പ് സിസ്റ്റർ ആയിരുന്ന കാലത്ത് ഡബ് ചെയ്യുമ്പോൾ ചേച്ചി ഇങ്ങനെ കരയുമ്പോൾ ഒറിജിനൽ കണ്ണുനീര് വരും. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ ഇത് എവിടുന്ന ഇവരിങ്ങനെ കരയുന്നത്, ഇതിങ്ങനെ വരുമോ, നമുക്കിങ്ങനെ വരുമോ, നമുക്കിങ്ങനെ ഒരു സീൻ കിട്ടുമോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് ഓമനമ്മമ്മടൊക്കെ ചെന്ന് ചോദിച്ചു, ഓമനേച്ചി എങ്ങനെയാണ് ഇതിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അതുപോലെ നമുക്ക് മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം തട്ടുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരുമെന്ന് പറഞ്ഞു. ആ ട്രെൻഡ് ഞാനൊന്ന് മനസ്സിൽ വെച്ചു. അങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള സമയം വന്നപ്പോഴത്തേക്കും ഒരുപാട് ക്യാരക്ടേഴ്സിന്, ഇപ്പോൾ തമിഴ് മൊഴിമാറ്റ ചിത്രങ്ങളിൽ ഒരുപാട് പേർക്ക് ക്യാരക്ടേഴ്സ്, രാധിക, രോഹിണി, രേവതി, സുഹാസിനി, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ തന്നെ എഫക്റ്റ് ആയത് സൂര്യ പോർട്ടൂവിൽ ഉർവശിക്ക് ഞാൻ ഡബ് ചെയ്തായിരുന്നു. ആക്ച്വലി ഞാനതൊരു ട്രാക്കായിട്ടാണ് ഡബ് ചെയ്തത്. അപ്പം ശരി, നമുക്ക് ഒറിജിനാലിറ്റി വേണമല്ലോ. അവർ തന്നെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അത്രയ്ക്കും പെർഫെക്ഷനും ആ കരച്ചിലൊക്കെ സൂപ്പർ സീനായിരുന്നു, കിടുവായിരുന്നു ആ സീന്. അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരിയെ വിളിച്ചു, ഞാനാണ് ജോളി ചേച്ചിയെ വിളിക്കുന്നത് ഇങ്ങനെ. അപ്പം ഞങ്ങൾ ഒരു സ്കൂളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എന്താ ജോളി ചേച്ചി പറയണത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സൂര്യ റിപ്പോർട്ടിന് മലയാളം വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വന്നതൊന്ന് ഡബ് ചെയ്യണമെന്ന്. അയ്യോ ചേച്ചി എനിക്ക് പറ്റത്തില്ല, കാരണം ഒറിജിനൽ തന്നെ ഞാൻ അലക്കി വെച്ച് ഞാൻ മടുത്തിരിക്കുക, എനിക്കിനി ഡബിങ് വെർഷൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെയോ, എന്നാൽ ഞാനതൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഞാൻ കാണിച്ചു പറഞ്ഞു, അയ്യോ ഇത് ഉഗ്രനാട്ടോ, ഇത് മതി, ഇനി എനിക്ക് പറ്റില്ല, കാരണം ഇനിയിപ്പോൾ ഞാനത് കരയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്, അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഓക്കെ ആക്കി വെച്ചു. ശരി, എന്തായാലും ഓർക്കുന്നുണ്ടല്ലേ? ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം വന്നിട്ടാണ്. പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, ഇവര് ഈ പഴയ ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇപ്പൊ ലോഞ്ചിന് വന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇവർക്ക് നല്ല പരിചയം എന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ജോളി എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം. എന്നെ സംബന്ധിച്ച് ഒരു ഷിബു അല്ലെങ്കിൽ ഷിബുക്ക് എല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എനിക്കറിയാം, കാരണം അവർ ഈ ഡബിങ് സമയത്ത് പ്രൊഡ്യൂസേഴ്സ് ഒന്നും വരത്തില്ലല്ലോ. ഈ ഉർവശി ചേച്ചി സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വാ വിളിച്ച് നിൽക്കുക, കാരണം നമ്മളൊക്കെ മനസ്സിൽ ആരാധിച്ച കാണുന്ന ഉർവശി ചേച്ചിയാണ്. അതിനുശേഷമാണ് ചേച്ചി ഒരു പരിചയമാകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡബിങ്ങിന് വരുമ്പോഴോ ഈ ജോളിയുടെ പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ജോളി സിനിമയിൽ ആരാണെന്നൊന്നും സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുമില്ല. ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ജോളിയുടെ ഈ യൂട്യൂബിലും അതിലും ഇതിലൊക്കെ പലരും ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് അത് ഇതൊക്കെ തന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ജോളിയുടെ ശബ്ദമാണ്, ജോളിയുടെ ശബ്ദം. ഇപ്പൊ ജോളി സംസാരിക്കുന്ന മറ്റേ സിനിമയിലെ ജോളിയുടെ ശബ്ദം എനിക്ക് ഇപ്പോഴും ഡിഫറൻസ് അറിയില്ല. അപ്പൊ ഇവിടെ ആയിട്ട് പറയുന്നത് ഞാൻ ഡബ് ചെയ്തെന്ന് പറയുമ്പോ
ഞാൻ ഉള്ളിന്റെ ഉള്ളിലോ ഇവിടെ ഇത്ര വലിയ കലാകാരി ആയിരുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഇപ്പൊ മീഡിയ വലുതായില്ലേ, ഇപ്പൊ അന്നൊന്നും ഇത്ര മീഡിയ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അല്ലാതെ തന്നെ എന്റെ ശബ്ദങ്ങള് നിങ്ങൾക്ക് അറിയാം, ഞാൻ കണ്ടിട്ടില്ലേ അല്ലാതെ ജോളിയുടെ ഒരു എന്റെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ തപ്പിക്കാണും. അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് യു ചേച്ചിയല്ലേ ഡബ് ചെയ്ത്, എന്റെ ഒരു കൂട്ടുകാരൻ 2-3 പിള്ളേരുണ്ട്, ഉല്ലാസ് JK എന്നൊക്കെ പറയും. ഈ പിള്ളേരൊക്കെ ഓരോ സാധനം കട്ട് ചെയ്ത് എനിക്ക് ഇട്ട് തരും. ചേച്ചി ഇത് ചേച്ചി ഡബ് ചെയ്താണോ, ചേച്ചി ഡബ് ചെയ്യണം, അതേപോലെ ഞാൻ ഡബ് ചെയ്താന്ന് പറയും. അങ്ങനെ ഞാനിത് ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ പലതും ഒരു 10 എനിക്ക് തോന്നുന്നു ഒരു 100-300 പടത്തിന്റെ ക്ലിപ്പ് ഞാനിങ്ങനെ കണ്ടതിന് ശേഷം ഞാനപ്പൊ ഇവളോട് ചോദിക്കും ഈ ഏതൊക്കെ പടമാണ് നീ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനൊരു രജിസ്റ്റർ ഉള്ളത് നല്ലതല്ലേ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാൻ എളുപ്പം. അല്ലെങ്കിൽ ഇതൊക്കെ ഇത് പുള്ളിക്കാരി അതിനകത്തൊരു വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാരണം മീഡിയ എങ്ങനെ എത്രയും വിപുലമാവുന്ന എനിക്കും അറിയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേ. പിന്നെ ഈ മനോരമ പേപ്പറിൽ എപ്പോഴും അപ്ഡേറ്റ്സ് വരുമല്ലോ, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ഒരു വലിയ ആളാണെന്ന് കണ്ടിട്ട് അല്ല ഞാൻ ജോളിയെ കല്യാണം കഴിച്ചതും. അതൊരു സത്യമാണ്. കാരണം എനിക്കറിയില്ല, കാരണം ഞാൻ എന്റെ ഫീൽഡേ വേറെ ആയിരുന്നു. എന്നെ ഡബിങ്ങിന് വിളിച്ചിട്ട് എന്റെ പാട്ട് കേട്ടിട്ടാണ് പുള്ളിക്കാരി ഡബിങ്ങിന് വിളിക്കുന്നത്. ഈ ഡബിങ്ങിന് വിളിച്ച് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി ഹെഡ്ഫോൺ വെച്ച് ഞാൻ ഏതോ ഒരു സീരിയലാന്ന് തോന്നുന്നു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. മേഡം കൊറിയർ രാധിക മേഡത്തിന്റെ ഏതോ ഒരു സീരിയലാണ്. അത് ഒരു ഡയലോഗാണ് പറഞ്ഞത്. പിന്നീട് എന്നെ ഡബിങ്ങിന് ചെറിയ ചെറിയ ബിറ്റ് ക്യാരക്ടറുകൾ ചെയ്യാൻ വിളിച്ചു. പിന്നീട് നമ്മുടെ കേരളത്തിലെ യൂണിയൻ പോലെ ഡബിങ് യൂണിയൻ പോലെ അതിലും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലെ ഡബിങ് യൂണിയൻ. കാരണം കാർഡില്ലാതെ നമുക്ക് ഡബ് ചെയ്യാൻ പാടില്ല അവിടെ. നമ്മളുടെ ഒരുപക്ഷെ കേരളത്തില് കുറെ സിനിമകൾ ഡബ് ചെയ്തതിനു ശേഷം ഇവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ കാർഡ് കൊടുക്കുന്നത്, അല്ലെ, ഫെഫ്ക ഡബിങ് യൂണിയന്റെ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിന്റെ മുന്നിൽ വന്ന് ഇരിക്കുമ്പോ തന്നെ കാർഡുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് ഏതാണ് നല്ലത് ചീത്തയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ തമിഴ്നാട്ടില് അതായത് ചെന്നൈയില് താമസമാക്കിയതിനു ശേഷം ഒരുപാട് അന്യഭാഷ നടിമാരും നടന്മാരുമായിട്ടൊക്കെ ബന്ധമില്ലേ? അസോസിയേഷനായിട്ടും ഒരുപാട്. അതായത് തമിഴ്നാട്ടിലെ ഡബിങ് യൂണിയന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കൊടി പറക്കുന്ന ആക്ടേഴ്സ് ഡബിങ് യൂണിയനിലെ മെമ്പറാണ്. ഇപ്പൊ വിജയ് സാറാവട്ടെ, ആക്ടർ വിജയ്, അല്ലെങ്കിൽ സൂര്യ സാറിന്റെ സിസ്റ്റർ നാസർ സാറ്, രജനീകാന്തിന്റെ മോള് വിക്രം, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാം ഡബിങ് ആർട്ടിസ്റ്റാ. കാർത്തിക് സാറ്. അപ്പൊ അതൊരു ഭയങ്കര രോഹിണി മേഡം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അതിന്റെ പ്രസിഡന്റ് രാധാരവി സാറാണ്. രാധാരവി സാറ്. അതുകൊണ്ട് ആ യൂണിയൻ ഒരു ഉറപ്പാണ്, ഒരു വെയിറ്റ് ആണ്. സിംഹം. ഇപ്പൊ ഒരു ഇലക്ഷൻ, നമ്മുടെ ഫെഫ്കയുടെ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു, അല്ലെ ഒരു ജനറൽ ബോഡി നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അവരുടെ സിറ്റ് ആടു എന്ന് പറയുമ്പം അതിന്റെ അവിടെ ഇലക്ഷനിലൊക്കെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. സ്ഥാനാർത്ഥി നമ്മുടെ നാസർ സാറൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില് മത്സരിക്കാൻ. അതെ, നാസർ സാർ. അതിലേക്ക് അവള് കൂടുതൽ പോകണ്ട. ഞാൻ ജയിച്ചു. അതിനകത്ത് രോഹിണി മേഡം ഉണ്ടായിരുന്നു. രോഹിണി മേഡം ജയിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ള കുറെ പേര് ജയിച്ചു, കുറെ പേര് തോറ്റു. അത് പിന്നെ ഇലക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. ഞങ്ങളെ നയിച്ചോണ്ട് പോകുന്ന രാധാരവി സാറാണ്. പക്ഷെ അതുകൊണ്ട് എന്താണെന്നറിയോ, യൂണിയനും വളരെ സ്ട്രോങ് ആണ്. ഒരു ഭയമുണ്ട് എല്ലാവർക്കും. ഒരു രാധാരവി സാർ എന്ന് പറയുമ്പം ഒരു ഭയമുണ്ട്. പിന്നെ അത്യാവശ്യം ഈ നോൺ മെമ്പറിനെ നമ്മൾ യൂസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശം തമിഴ് ഒട്ടും പറ്റത്തില്ല. പിന്നെയും കേരളത്തിലെ കാർഡുള്ളവർക്ക്, പുള്ളിക്കാരൻ തന്നെ രാധാരവി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കാർഡുള്ളവർക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ ചെന്നൈയിൽ യൂസ് ചെയ്യാം. കാരണം അവരുടെ ഒരു പോളിസി എന്താന്ന് വെച്ചാൽ 3000 പേരോളം തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്ന് പറഞ്ഞ് 3000 ആർട്ടിസ്റ്റുകളോളം ഉണ്ട്. യൂണിയൻ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം. കന്നഡ സെപ്പറേറ്റ്, അതർ ലാംഗ്വേജ് ആണ്. കന്നഡ മാത്രം ഇല്ല, തെലുങ്കു എല്ലാം ഇതിനകത്ത് തന്നെ, തെലുഗു. പക്ഷെ അതുകൊണ്ട് 3000 പേരോളം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ഈ നോൺ മെമ്പറെ വെച്ച് അവർ ഡബ് ചെയ്യാൻ സമ്മതിക്കാത്തത്. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ള സ്ഥിതിക്ക് നിങ്ങളൊരു നോൺ മെമ്പറെ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവമാണത്. ജോലി ചേച്ചി ഈ ഇത്രയും കാലത്തെ ഡബിങ് ജീവിതത്തില്
ഡബിങ് രംഗത്ത് ആരോടൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു വഴികളിൽ നമ്മളെ സഹായിച്ചതും നമ്മളൊരു ഗുരുസ്ഥാനത്ത് കാണുന്നതും നമ്മൾ അവരോട് ഒരു മനസ്സുകൊണ്ടൊരു കടപ്പാട് ആരോടൊക്കെയാണ്? കടപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ കഴിവ് പുറത്തു കൊണ്ടുവന്നത് ഡബ്ബിങ് ഫീൽഡിൽ, അതായത് ഒരു മൊഴിമാറ്റ സംഭവം തെലുങ്ക് പടങ്ങളൊക്കെ കൂടുതൽ എടുത്ത് ചെയ്യുന്ന അന്നത്തെ ബസന്ത് സാറ്, പിന്നെ നമ്മുടെ മങ്കൊമ്പ് സാറ്. അപ്പോൾ അങ്ങനെ അവരോട് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുള്ള പല ക്യാരക്ടറുകൾ, ഇപ്പോൾ ഒരു 80-90 വയസ്സുള്ള ഒരു കിളവിക്ക് ഡബ് ചെയ്യണേ പോലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കിളവികൾക്ക് ഡബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദവല്ലി ചേച്ചി കിളവികൾക്ക് ഡബ് ചെയ്യാനായിട്ട് ബഹുമിടിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇത് എങ്ങനെയാ അപ്പോൾ ഇത് ഡബ് ചെയ്യുക? ഇത് വളരെ പ്രയാസമാണല്ലോ, ഇങ്ങനെ ചുണ്ടൊക്കെ അകത്തേക്കാക്കി. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയാണ് അത് ഡബ് ചെയ്യുന്നത്? കുറച്ച് ഒരു പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്നുള്ളതിന്റെ സീക്രട്ട് ഒന്നും പറഞ്ഞു അത് കണ്ടിട്ടാരും ഡബിങ്ങിൽ വരില്ല. ഇത്രയും പാടാണിത്. എന്തിനാ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? 90 വയസ്സ് റേഞ്ച് അല്ലേ? പിന്നെ നമ്മളെ ആ താഴത്തെ കൊച്ചുപറമ്പിലത്തെ അങ്കച്ചനില്ലേ മോനെ, അവൻ എന്നെ കാണാൻ വരുമായിരുന്നു. ഇപ്പോഴൊന്നും അവനും അമ്മക്ക് വയ്യാത്തോണ്ടായിരിക്കും അവൻ വരാതെ. അപ്പൊ പൈസ കയ്യിലെടുക്കാനും ഇല്ല. എന്തെങ്കിലും അമ്മയ്ക്ക് ഇച്ചിരി വെറ്റ മുറുക്കാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ തന്നോണ്ടിരുന്നവനാണ്. അവൻ എവിടെ പോയ? ഞാൻ ഒരുപാട് കാലങ്ങളായി കുഞ്ഞെ അവനെ കണ്ടു. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാരണം ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഡബ് ചെയ്യാനും അതിന്റെ സംഭാഷണം പറയാനും പാടാനും, അതുപോലെ പിന്നെ ചേച്ചിയുടെ പ്രായമുള്ള നടിമാർക്ക്, നായികമാർക്കോ അവർക്കും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 90 ഈ വയസ്സ് വ്യത്യാസമില്ലാതെ നമ്മുടെ ശബ്ദം ക്രമീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പാടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ആ കറക്റ്റ് അവരുടെ അതേ മോഡുലേഷനിൽ അവര് പറയുന്ന ഡയലോഗ് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന എന്തായിരുന്നാലും അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. അപ്പോ ഷിബിച്ചേട്ടന്റെ സംഗീത വഴികൾ ഇപ്പോ ചാപ്പാകുത്ത് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ എത്തി നിൽക്കുകയാണ്. അത് ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും, പിന്നെ ആ ഫംഗ്ഷന് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഗംഭീരമായിട്ട്. കാരണം മോഹൻലാലിന്റെ ഹരിമുരളീരവം എന്ന് പറയുന്ന ആ പാട്ട്, ആ സിനിമ നിർമ്മിച്ച അദ്ദേഹമാണ് സ്റ്റേജിൽ പറയുന്ന ഷിബു കല്ലാറ് നന്നായിട്ട് ഗംഭീരമായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്, അസാധ്യമായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോ മലയാള സിനിമയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അഭിനന്ദനം എന്ന് പറയുമ്പോ ഞാനതാണ് പറഞ്ഞത്. ആ സ്റ്റേജ് ഞാൻ നിൽക്കുമ്പോ, അല്ലെ ആ ഒരു ഓഡിയോ ലോഞ്ചിന്റെ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോ, ഇപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു ഓഡിയോ അവിടെ പോയിരുന്നു. ആ ചിത്ര ചേച്ചി എന്ന് പറയുന്നത് ഞാൻ ഹോട്ടലിൽ പാടിക്കൊണ്ട് നിന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന് എനിക്ക് അന്നൊരു ഓട്ടോഗ്രാഫ് തന്ന്, ഞാനൊരു ബൊക്കെ ആയിരുന്നു തരേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതുകൊണ്ട് എനിക്കറിയില്ല ഇങ്ങനൊരു പാട്ടാണ് ഇവിടെ പോകുന്നത്. ഒരു മാനേജരോട് അത് വോളിയം കുറയ്ക്കാൻ പറയുന്നു. ഇതൊക്കെ ഞാൻ പല ചാനലിലും പറഞ്ഞ കാര്യമാണ്. എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ആ ചേച്ചിയെ കൊണ്ട് ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്ത് പാടിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഒരു വലിയ മഹാസംഭവമായിരുന്നു അത്. ചിത്രേച്ചി ആ ഹോട്ടലില് ഷിബിച്ചേട്ടന്റെ പാട്ട് കേട്ടിട്ട് അന്ന് അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കവറിലിട്ട് ഒരു 1001 രൂപയും വെച്ച് ഒരു മുട്ടായി അതിനകത്ത് വെച്ചിട്ടാണ് എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ ഇത് തരുന്നോണ്ട്. ചേച്ചിയുടെ ക്യാരക്ടർ അറിയാമല്ലോ. അയ്യോ വേറൊന്നും തോന്നല്ലേ, ശരിക്കും ഞാനൊരു ബൊക്കെയാണ് തരണ്ടേ, ഒരു വലിയ പ്ലേബാക്ക് സിംഗർ. ഒരു നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയതിലും വലിയ കാര്യമായിരുന്നു ഓഡിയോ ലോഞ്ചിൽ ഞാൻ നിന്ന് അത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിൽ അത് ചെയ്യാൻ സാധിച്ചായിരുന്നു എന്റെ ഏറ്റവും വലിയ അവാർഡ്. കാരണം ഇവിടുന്ന് ഈ സംഗീത വഴികളുടെ തുടക്കം തന്നെ ഓമനകുട്ടി ടീച്ചറിന്റെയും ആലപ്പി ശ്രീകുമാർ സാറിന്റെ ഒക്കെ ശിക്ഷണത്തിലുള്ള ഒരു സംഗീത പഠനം തന്നെ ആയിരുന്നു അല്ലേ? അത് ഞാൻ ആ സ്റ്റേജിൽ ഓഡിയോ ലോഞ്ചിന്റെ സ്റ്റേജിൽ പാടുന്ന കേട്ടിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് സംഗീതത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഈ സംഗീത സംവിധാനത്തിലേക്ക് വരുമ്പോ അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കർണാട്ടിക് ബേസിൽ ഞാൻ പോയി എന്റെ അമ്മയുടെ ആ ഒരു
റൂട്ട് കാണിച്ചു തന്ന ആ ഒരു ഇപ്പൊ അമ്മയുടെ ശിക്ഷണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ സപ്തസ്വരവും പഠിച്ച് ജണ്ടപരിചയം പഠിച്ച് അല്ലെങ്കിൽ കീർത്തനവും പഠിച്ച് ആ ഒരു ഗീതവും പഠിച്ച് ആ ഒരു ശൈലിയിലേക്ക് അമ്മയുടെ ശിക്ഷണത്തിന് ഞാൻ പോയിട്ടില്ല. അമ്മ എനിക്ക് ആദ്യം ജണ്ടപരിശ വരെ പറഞ്ഞു തന്നു. അതിനുശേഷം ഈ അമ്പലങ്ങളിൽ ഭജനയ്ക്കൊക്കെ പോകുമ്പോ അമ്മ കുറച്ച് പാട്ടുകൾ കർണാട്ടിക് പാട്ട് പഠിപ്പിച്ചു തരും. ഈ പാട്ട് നീ അവിടെ പാടും. അപ്പൊ ഞാൻ ഭജനയ്ക്ക് പാടുന്നത് കർണാട്ടിക് ആണ് പാടുന്നത്. അപ്പം ആ ഒരു ശിക്ഷണമാണ് അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത്. പിന്നീടാണ് ഞാൻ അമ്മയുടെ അടുത്തിരുന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അമ്മ എന്ത് ചെയ്തു, സുഗുണ മാഷ് എന്ന് പറഞ്ഞൊരു ആശാന്റെ അടുത്ത് എന്നെ കൊണ്ട് ഏൽപ്പിക്കുന്നു. അപ്പൊ പുള്ളിയുടെ കുറച്ച് ക്ലാസ്, പിന്നെ അവിടെ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. അപ്പം ഈ ടീച്ചറിന്റെ അടുത്തോ അല്ലെ ആലപ്പുഴ ശ്രീമാവിന്റെ അടുത്തോ ഞാനൊരു 10 വർഷമായിട്ട് അങ്ങ് സംഗീതം അഭ്യസിച്ചിട്ടില്ല. കുറെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു പിന്നീട് സ്വന്തം. പിന്നെ അന്നേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഈ കർണാട്ടിക് മ്യൂസിക് കേട്ട് പഠിച്ച അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ സോങ്സ് കേട്ട് പഠിച്ചിട്ട് ഒരുപാട് ഗാനമേളകൾ ഞാൻ പാടുമായിരുന്നു. അപ്പൊ അന്നത്തെ ആ സമയത്തൊക്കെ ആരും കർണാട്ടിക്കിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയമാണ്. പിന്നെ നമ്മുടെ ദാസേട്ടനും യേശുദാസ് സാറൊക്കെ കർണാട്ടിക്കിനെ കുറച്ച് ലളിതമായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് പല വേദികളിൽ കച്ചേരിയിലൊക്കെ പാടുമ്പോൾ അത് കേട്ടാണ് നമ്മുടെ അന്നത്തെ ആൾക്കാരുള്ള യൂത്തിലേക്ക് കർണാട്ടിക് ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നത്. അപ്പൊ അവർക്ക് കർണാട്ടിക്കിനോട് കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ ഈ നമ്മുടെ തമിഴിലെ നടന്മാരില് ഏറ്റവും കൂടുതൽ കേരളീയര് മലയാളികൾ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ യുവതലമുറ സ്നേഹിക്കുന്ന വിജയാണ്. അതെ. അപ്പൊ ഈ വിജയിന്റെ ശബ്ദം മലയാളികൾ ഈ ഒരുപാട് സിനിമകളിൽ മലയാളത്തിൽ കേൾക്കുന്നത് ശിവചന്ദ്രന്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ശബ്ദം ആയി മാറാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി? വിജയുടെ ശബ്ദം ഞാൻ ചെയ്തേക്കുന്നു. അതായത് ഞാൻ വിജയ് സാറിന്റെ അതേ ശൈലിയിൽ ഞാൻ ഡബ് ചെയ്യാറില്ല. നമുക്കൊരു ഡബിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്, ആ ശൈലിയിൽ ചെയ്തിട്ടുണ്ട്. 1-2 സിനിമകള് വിജയ് സാറിന്റെ അതേ ശബ്ദത്തിൽ ചെയ്ത് ചില പടങ്ങള് ഞാൻ ചെയ്യാതെ ഞാൻ തന്നെ ഇപ്പൊ ജോളി തന്നെ എടുത്ത പടങ്ങളില് ഒരു വെറൈറ്റിക്ക് വേണ്ടി മാറ്റി ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ ചാനലിൽ നിന്ന് എന്റെ ശബ്ദവും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരാക്ച്വലി അത് മാറ്റി ചിലപ്പോ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത ഒരു ട്രിക്കാണത്. മിമിക്രി കലാകാരനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡയലോഗ് വല്ല ഓർമ്മയുണ്ടോ വിജയ്? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ, കാരണം ഞാനിപ്പം വിജയ് സാറിന്റെ ശബ്ദത്തിൽ അല്ലാത്തത് കൊണ്ട് അതിനൊരു വലിയ പ്രാതിനിധ്യം ഞാൻ ഇപ്പം ബിഗിലേ എന്നൊക്കെ പറയുന്നത് അതൊക്കെ മലയാളത്തിലും വലിയ ഹിറ്റ് ആയിരുന്നു. ഞാൻ ബിഗിലിനകത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രായമുള്ള വിജയ് സാറിനും പയ്യനായിട്ടുള്ള വിജയ് സാറിനും ഞാൻ ചെയ്തായിരുന്നു. അപ്പം ഇപ്പൊ ലിയോ വരെ മലയാളം എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ഒരു വലിയ ഒരു ഭാഗ്യമാണ്. അല്ല, ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ വന്നപ്പോ ഞാൻ ആ ഫംഗ്ഷന് ആരാധകരെ കണ്ടു. കാരണം വിജയന്റെ ശബ്ദം ഇദ്ദേഹമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ, കാരണം ഇദ്ദേഹമാണ്. കാരണം അത് മലയാളം ഇപ്പൊ നമ്മള് ഒരു താരത്തിന്റെ ശബ്ദം അതുപോലെ തന്നെ ഇരിക്കണമെന്നില്ല. പക്ഷെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡബ് ചെയ്ത് ഒരു വൃത്തിക്ക് ഡബ് ചെയ്ത ആൾക്കാർ ഇത് ഇഷ്ടപ്പെടും. ഇപ്പൊ ഒരുപാട് പേര് ഡബിങ് കാണാറുണ്ട്. മുമ്പ് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. വിജയ് സാറിന്റെ ശബ്ദം അനുകരിക്കുന്നത് കൊണ്ട് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമിഴിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ട്യൂണാണ് തമിഴിന്റെ ബ്യൂട്ടി. ആ ട്യൂണിൽ നമ്മൾ മലയാളം ചെയ്യുമ്പോ അത് നമുക്കൊരു അരോചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഈ ഇപ്പൊ പറഞ്ഞില്ലേ, ചേച്ചി പറഞ്ഞില്ലേ ഉർവശി ചേച്ചിക്ക് അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, കാരണം ഈ കരഞ്ഞ് ഡബ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ലൈവായിട്ട് കാണാം. ഒന്ന് ഏതായാലും പോരാ. അത് ഞാൻ സൂര്യ റിപ്പോർട്ടില് ഉർവശിക്ക് ഡബ് ചെയ്ത ഒരു ചെറിയൊരു സാധനം കാണിക്കാം കേട്ടോ. എന്തിനാണ് വന്നേ? ആരെ കാണാനാ വന്നത്? ചോദിച്ചു കേട്ടില്ലേ?
എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോടാ നീ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്റെ ദൈവം തമ്പുരാനെ. അമ്മ ഞാൻ അറിഞ്ഞില്ല അമ്മേ. ഇതിനായിരുന്നോടാ ഞാൻ തോളത്തിട്ട് വലുതാക്കി നിന്നെ ആളാക്കിയത്. അങ്ങനെ പറയാതമ്മേ. ഫ്ലൈറ്റ് നീ ഒരിക്കലെങ്കിലും അച്ഛന്റെ മുഖത്ത് നോക്കി നീ സംസാരിച്ചിട്ടുണ്ട്? അങ്ങനെ പറയല്ലേ അമ്മ. അച്ഛൻ സന്തോഷമായിട്ട് കണ്ണടക്കില്ലായിരുന്നോടാ? ഞാനായ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. കാരണം നമുക്ക് ഇതിനകത്ത് ഓപ്പോസിറ്റ് ഇപ്പൊ ഞാന് ഇടയ്ക്ക് കയറി ഡബ് ചെയ്ത് ആ ക്യാരക്ടർ സൂര്യ സാറിന് ചെയ്തത് നമ്മുടെ വലിയ ആർട്ടിസ്റ്റായ നരൻ സാറാണ്. അത് ശരി. നരനാണ് ഈ ക്യാരക്ടർ ചെയ്തത്. ഓ അത് ശരി. അദ്ദേഹം വളരെ കാരണം ഡബിങ് സാറിന് ഡബ് ചെയ്യുന്നുള്ള ഒരു ഇത് സാറിനും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അഭിനയിക്കുന്നതിനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യ പടം അച്ചുവിന്റെ അമ്മയില് പുള്ളിക്ക് ഡബ് ചെയ്തത് വേറെ ആരാണ്? ശരത്താണ് ചെയ്തത്. അതിന് ഡബ് ചെയ്യാൻ ആ വർഷത്തെ മികച്ച ഡബിങ് ആർട്ടിസ്റ്റുള്ള അതെ 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 അപ്പൊ ഈ ഡബ് ചെയ്യാൻ സാറിനെ ഞാൻ വിളിക്കുമ്പം അദ്ദേഹം ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ല വന്ന് ചെയ്ത്, ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വന്ന് ചെയ്താണ്, സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തു. പക്ഷെ അദ്ദേഹം അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, ചേട്ടാ ഞാൻ എന്റെ ആദ്യ പടത്തിൽ എനിക്ക് ഞാൻ ശബ്ദം കൊടുത്തില്ല, എനിക്ക് വേറെ ആരോ ചെയ്തു, ഞാൻ ഈ സൂര്യ സാറിന് വന്ന് ചെയ്താൽ ശരിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 2 ലൈൻ ഒന്ന് ഡബ് ചെയ്യൂ. അദ്ദേഹം ഡബ് ചെയ്തു. ഉടനെ തന്നെ ആ വോയിസ് സൂര്യ സാർ കേട്ടു. സൂര്യ സാർ കേട്ടിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ഒരു സെലിബ്രിറ്റി എനിക്ക് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു വാല്യൂ എനിക്കുണ്ടാവും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നരൻ ഡബ് ചെയ്തു. നരൻ സാറിന് എനിക്ക് അറിയാമല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുജൻ കാർത്തിക് സാറും നരനും ഭയങ്കര കൂട്ടാണ്. അപ്പം അദ്ദേഹം ഉടനെ തന്നെ ആ വോയിസ്, കാരണം സൂര്യ പോട്ടർ എന്ന് പറയുന്ന ഒരു പടം നമ്മള് എല്ലാ പടങ്ങളും ചെയ്തു പോകുന്ന പോലെ ഒരു സംഭവമല്ല. അതായത് അത്രയും വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സിനിമ തിയേറ്ററിൽ വരാതെ നേരെ OTT വരുവാണ്. അന്ന് മുതലാണ് OTT ഇത്രയും വലിയ പടങ്ങള് ഒരു ഫേമസ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് വിവാദവും പ്രശ്നങ്ങളും കാര്യങ്ങളും, കാരണം പുള്ളിയെ സംബന്ധിച്ച് അന്നേരം എന്തോ പ്രശ്നങ്ങളായിരുന്നു, കൊറോണയുടെയോ എന്തോ പ്രശ്നങ്ങളായിട്ട് തിയേറ്ററിൽ ബിസിനസ് ഇല്ല. അങ്ങനെ ഒരു ടെൻഷനെ വന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ OTT റിലീസ് എന്ന് പറഞ്ഞ് പുള്ളി OTT കൊടുക്കുന്നത്. അന്നേരം ഇപ്പം സാറിന്റെ പടങ്ങൾ തിയേറ്ററിലാണ് വരുന്നത്. എന്നാൽ പോലും അന്നേരത്തെ ഒരു അവസ്ഥയിൽ അത് ചെയ്തപ്പം അതൊരു തിയേറ്ററിക്കൽ സ്റ്റൈലിൽ തന്നെയാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തത്. എല്ലാ ലാംഗ്വേജും ചെയ്തത്, കന്നഡത്തിലും തെലുങ്കില് ഹിന്ദിയില് മലയാളം എല്ലാം ഞങ്ങളാ ചെയ്തത്. അപ്പൊ സൂര്യ സാറിന്റെ വോയിസ് നരൻ സാർ ചെയ്യുമ്പം ആ സീൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മലയാളം ജയ് ഭീം മറക്കാൻ പറ്റാത്ത, സോറി ജയ് ഭീം, സൂര്യ റിപ്പോർട്ടർ, ഇതെല്ലാം അദ്ദേഹം പിന്നെ ചെയ്ത്. പിന്നീട് എതിർക്കും തുനിന്തവൻ, സൂര്യ സാറിന്റെ കുറെ പടങ്ങൾ പിന്നീട് നരൻ സാറിനെ കൊണ്ട് ഞാൻ ചെയ്തു. തീർച്ചയായിട്ടും അത് ഹിന്ദിയിൽ ചെയ്യുമ്പോൾ ഞാൻ ബോംബെ നിന്നാണ് ആളെ വിളിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഡബ് ചെയ്ത്. ഇത് ഈ ഇപ്പൊ നമ്മൾ കേട്ട ഈ സിനിമ ഇത് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു സീനാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ അത്രയും ഇമോഷണൽ ആയിട്ട് അത് ഇത് എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. കാരണം ഇതൊക്കെ ഒരു നാഷണൽ അവാർഡ് ലെവലാണ്. ഇപ്പൊ നമ്മൾ കേട്ടത് ഒരു നാഷണൽ അവാർഡ് ലെവലാണ്. അപ്പൊ അതിനൊരു അഭിനന്ദനം എന്ന് പറഞ്ഞാൽ ആ അഭിനന്ദനമൊന്നും അല്ല. കാരണം എനിക്കത് പറയണ ടെക്നിക്കലി ഇവിടെ ഇരുന്ന് ഈ മൂക്ക് പിഴിയുക എന്ന് പറയുമ്പോൾ അത് മൈക്കിന്റെ മുന്നിൽ റിയൽ ആയിട്ടുള്ള അതുപോലെ ഈ കരയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആന്തരികമായി സംഭവിക്കുന്ന ചില നീർച്ചാലുകളിലൂടെ പോകുന്ന ഇതിന്റെയൊക്കെ ആ ഒരു സംഭവമാണ്. അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഈ മൂക്ക് പിഴിയാന്ന് പറഞ്ഞാൽ ഒറിജിനൽ പിഴിച്ചിലും അല്ലത്, അല്ല അത് അതിന്റെ സൗണ്ടാണ് കൊടുത്തേക്കുന്നത്. അത് മൈക്കിന്റെ മുന്നിൽ അത് കൃത്യമാണത്, കറക്റ്റ് ആയിട്ട്. അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടുന്ന അയ്യോ പോകുന്നു, പക്ഷെ കയ്യിലൊന്നുമില്ല, സ്റ്റുഡിയോ വൃത്തികേടാക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള ഈ ടെക്നിക്കൽ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് നമുക്ക്
വിലമതിക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്. അല്ല എന്നോട് കുറെ ഡബിങ് ആർട്ടിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ചേച്ചി ഇത് ഈ മൂക്കിൽ ഇങ്ങനെ സൗണ്ട് വരുന്നത്. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ വരും, അങ്ങനെയൊക്കെ ഉള്ള അല്ല, ഇത് സത്യം പറഞ്ഞാൽ നമ്മള് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പാലാത്തങ്ക അമ്മ മുതല് മലയാളത്തിലെ ഒരുപാട് ഇങ്ങോട്ട് ആനന്ദവല്ലി ചേച്ചി ആയിരുന്നാലും ഭാഗ്യലക്ഷ്മി ചേച്ചി ആയിരുന്നാലും അമ്പിളി ചേച്ചി ആയിരുന്നാലും ആരായിരുന്നാലും ജോളി ചേച്ചിയുടെ ആ ഒരു നിങ്ങളുടെ ഒരു നിരയുണ്ടല്ലോ, അതെ അതെ അത് ഭയങ്കര ഒരു ലെജൻഡറി സംഭവം തന്നെയാണ്. അതായത് നമുക്ക് ഇന്ത്യൻ സിനിമയില് മറ്റേത് ഭാഷയില് ഡബിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം, എക്സ്ട്രാ ഓർഡിനറി, പക്ഷെ ഇത് നമ്മുടെ അഭിമാനമാണ്. കാരണം 4 വയസ്സുള്ള കുഞ്ഞ്, അത് കഴിഞ്ഞ ഹീറോയിൻ യുവതി അമ്മ, അത് കഴിഞ്ഞ 90 വയസ്സുള്ള അമ്മച്ചി, ഇത്രയും രീതിയിൽ സംസാരിച്ച് സൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത്ഭുതമാണ്. യഥാർത്ഥത്തില് മലയാളത്തിലെ ഈ അത്ഭുതങ്ങളുടെ കൂടെ ഒരു അത്ഭുതമാണ് ഇവിടെ ഇരിക്കുന്നത്. ആനന്ദവല്ലി ചേച്ചിയെ പോലുള്ള ഒരു സിനിമയിൽ 7-8 കഥാപാത്രങ്ങൾ. തീർച്ചയായിട്ടും. അതുപോലെ ശിവചേട്ടന്റെ കാര്യം പറഞ്ഞു. ശിവചേട്ടന്റെ ജീവിത വഴികൾ ശിവചേട്ടൻ പറഞ്ഞു. ഹോട്ടൽ മാനേജ്മെന്റ് ജോലിയിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഈ നാഡീ നരമ്പുകളിലൂടെ സഞ്ചരിച്ച് ഓമനക്കുട്ടി ടീച്ചറിന്റെ വീട്ടിൽ പോയി സംഗീതം പഠിച്ച് വലിയ സംഗീതജ്ഞനാവുക എന്ന ആ ഒരു ഉദ്യമത്തിന്റെ ഇടയിൽ തന്നെ ഡബിങ് സിനിമകളുടെ ഒരു അമരത്ത് വരാനും ഇതുപോലെ ഇഷ്ടംപോലെ ഹിറ്റ് പടങ്ങൾ മലയാളിക്ക് കേൾക്കാനും ഒക്കെ പറ്റിയതിൽ എന്തായിരുന്നാലും ആ ഒരു വീട്, നിങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന ഒരു വീട് ഒരു വലിയൊരു എന്താ പറയാ സർവകലാശാലയാണ്. കാരണം അതൊരു രണ്ട് തൂണുകളാണ് ആ വീട്ടിൽ. എത്ര എനിക്ക് കാരണം വെച്ചാൽ ഞാനൊക്കെ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് മനസ്സിലാക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ മുമ്പിൽ ചിലപ്പോ വിളിക്കില്ല. ഞാൻ നിങ്ങളുടെ ഡേറ്റിന് വേണ്ടി ഞാൻ അവിടെ വന്നിരിക്കും. നിങ്ങൾ ആ റേഞ്ചിലാണ്. മലയാളികൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലുള്ള രത്നങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും ഈ രത്നങ്ങളിൽ പെടുന്ന കാറ്റഗറി തന്നെയാണ്. അത് ഇന്നലെ ആ പാട്ടിലൂടെ മലയാളികൾ കണ്ടാണ്. ഈ പറയുന്ന ചാപ്പകുത്ത് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം. കാരണം JS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോളി ചേച്ചി നിർമ്മിച്ച് ശിവചേട്ടൻ സംഗീതം നൽകി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കേൾക്കുക മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു സംരംഭം, അത് ആ ഉദ്യമം നല്ല രീതിക്ക് വരണമെങ്കിൽ നമ്മൾ പബ്ലിസിറ്റിയും കൂടെ ആവശ്യമാണ്. അപ്പൊ ഒരാൾ കേട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ സംരംഭം നല്ല രീതിക്ക് വരികയും ഇവർക്ക് ഇനി അടുത്ത പ്രോജക്റ്റിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ എല്ലാവരുടെയും ഇത് കാണുന്ന എല്ലാവരുടെയും പ്രേക്ഷകരായ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനകൾ വേണം, അനുഗ്രഹിക്കണം, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യണം. അപ്പൊ ഇവരെ കുറിച്ച് പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ചേട്ടന്റെ 1-2 പാട്ട് പ്രേക്ഷകർക്ക് കേൾക്കണം. അപ്പോ അത് ഇങ്ങനെ പാടിയ പോരാ, മൈക്കിൽ പാടി സംഗീതമായിട്ട് ചേർത്ത് നമ്മള് ചേച്ചിയുടെ പെർഫോമൻസ് എല്ലാം അവര് കണ്ടു. അപ്പൊ അത് ബാലൻസ് ചെയ്യണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും അത് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ചേട്ടന്റെ മനോഹരമായ 1-2 പാട്ട് നമുക്ക് കേൾക്കണം. ഇത്രയും ഈ ചെന്നൈ ട്രിവാൻഡ്രം പറന്ന് ഇറങ്ങി ഇനിയിപ്പോ പറന്നങ്ങോട്ട് ചെന്നൈയിലാണ്, ഇപ്പൊ കേരളത്തിലാണ് ഉള്ളത്. ഞാനിത് എടുക്കുന്നത് തിരുവനന്തപുരത്ത് NUTV-യിലാണ്. അപ്പൊ ഇതിനിടയിൽ ഈ വില പിടിച്ച സമയത്തിനിടയ്ക്ക് ഫംഗ്ഷനുകളിലും ഇന്റർവ്യൂകളും ഒക്കെ ഇങ്ങനെ ഓട്ടിച്ചിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയതാണ്. അപ്പൊ അതിന് വലിയ ഒരു നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഇനിയും ചെന്നൈ എന്ന ആ മഹാനഗരത്തിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ കേരളത്തിലെ വലിയ വലിയ ഫെസ്റ്റിവലുകളില് വലിയ വലിയ അംഗീകാരങ്ങളും നാഷണൽ അവാർഡും ഒക്കെ തേടി വരും. യാതൊരു സംശയമില്ല. ഈ പറയുന്നത് ഉറപ്പായിട്ടുള്ള, കാരണം സംഗീതമായിരുന്നാലും ഡബിങ് ആയിരുന്നാലും ഇത് ഇനിയും നമുക്ക് അംഗീകാരങ്ങൾ നമ്മുടെ കൂടെ വരും. നമ്മൾ നിഷ്കളങ്കമായ
കലയുമായി ഫ്രണ്ടിലോട്ട് പോകുന്ന കാലത്താണ്. താങ്ക് യു. നന്ദി, താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതിലുപരിയായിട്ട് ഈ ഒരു വേദിയിൽ ഇതേപോലെ ഒരു ചാനലില് ഞങ്ങളെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റപ്പ് ചെയ്ത് ഞങ്ങളിൽ നിന്നുള്ള കഴിവുകൾ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇവരെ പോലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ സജീവമാണ്. അപ്പം ഇതുപോലുള്ള ഒരു വേദിയിൽ ഞങ്ങളെ വിളിച്ച സാബു സാറിനും ഇതിന്റെ ക്യാമറാമാനായ സനൽ സാറിനും ഇതിന്റെ ഹെഡായ എല്ലാവർക്കും എൻ്റെ കൂടെ സഹകരിച്ച ഞങ്ങളോട് ഇപ്പൊ സഹകരിക്കുന്ന ഡബിങ് ആർട്ടിസ്റ്റ് ആവട്ടെ, സിംഗേഴ്സ് ആവട്ടെ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു.